ശരിക്കും അതൊരു ശാസ്ത്രമാണോ, ജ്യോതിഷമാണോ, അതോ ഒരു ആത്മീയ രീതിയാണോ? അത് മാത്രമല്ല, ഇത് വേൾഡിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ്. നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു പേരാക്കി ഒരാളുടെ കർമ്മയോഗ അത് മാറ്റാൻ നമുക്ക് അധികാരമില്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴല്ല ശരിക്കും ന്യൂമറോളജി നോക്കേണ്ടത്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ബോധി ദ എൻലൈറ്റ്മെന്റ് സ്പേസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ന്യൂമറോളജിസ്റ്റ് ആയ സുനീഷ് തമ്പാൻ സാറാണ്. വെൽക്കം ടു ബോധി ദ എൻലൈറ്റ്മെന്റ് സ്പേസ്. ഒത്തിരി നാളായി കണ്ടിട്ട്. അതെ അതെ, സുഖായിരിക്കുന്നു. സർ ഒരു ന്യൂമറോളജിസ്റ്റ് ആണ്. ന്യൂമറോളജി സംഖ്യകളുടെ ഒരു ശാസ്ത്രമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. ശരിക്കും അതൊരു ശാസ്ത്രമാണോ, ജ്യോതിഷമാണോ, അതോ ഒരു ആത്മീയ രീതിയാണോ? യഥാർത്ഥത്തിൽ എന്താണിത്? ശരിക്കും ഒരു ശാസ്ത്രമാണ്. അതിപ്പം ജ്യോതിഷം അല്ലെ, ജ്യോതിഷ ശാസ്ത്രം എന്നാണ് അതിനെയും പറയുന്നത്. അപ്പൊ അതുപോലെ പിന്നെ ന്യൂമറോളജി സംഖ്യകൾ കണ്ടുപിടിക്കും. പൈതഗോറൻ സംഖ്യകൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഓരോ സംഖ്യകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എനർജിക്ക് അനുസരിച്ചിട്ട് വികസിച്ച് വന്നിട്ടുള്ള ശാസ്ത്രമാണ്. അതായത് സംഖ്യകളോടൊപ്പം തന്നെ വന്നുകൊണ്ട് സംഖ്യകളുടെ അത്ര തന്നെ പഴക്കമുള്ള ഒരു ശാസ്ത്രം കൂടിയാണ് ന്യൂമറോളജി. അത് മാത്രമല്ല, ഇത് വേൾഡിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ്. അപ്പം ജ്യോതിഷം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു മികച്ച അല്ലെ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു മികച്ച വലിയൊരു ശാസ്ത്രം തന്നെയാണ്. പക്ഷെ ഇത് വേൾഡ് മുഴുവനുള്ള ശാസ്ത്രമാണ്, ഈ നമ്പറിന്റെ ശാസ്ത്രം. അപ്പോൾ അതിന് എനർജി കണ്ടുപിടിക്കും. പിന്നെ ഓരോരോ ഗുരുക്കന്മാരും അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അതാ ഒരു ബേസ് ആയിട്ടുള്ള ഒരു എനർജി അതിനെ കണ്ടുപിടിച്ചു. അത് പിന്നെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു, അത് അനുഭവം കൊണ്ടും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ശാസ്ത്രം എന്ന നിലയിൽ മനസ്സിലാക്കിയെടുത്തപ്പോഴും പിന്നീടും ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് എൻ്റെതായിട്ടുള്ള ഒരു ചിന്താഗതി, അതായത് ഇപ്പം ഞാൻ 5-8 വർഷമായി ഇതിൽ തന്നെ TV-യിലും ഫോണിംഗ് പ്രോഗ്രാം ഇതൊക്കെ ചെയ്തുകൊണ്ട് ആൾക്കാർ ഒരുപാട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു അറിവും ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടും. അങ്ങനെ ഓരോരാളും അവരുടെ അറിവ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് തന്നെയാണ് ഇത് വികസിച്ചിട്ടുള്ളത്. ന്യൂമറോളജി എന്ന് പറയുമ്പോൾ സാർ ന്യൂമറോളജിസ്റ്റ് ആവുമ്പോൾ ഇപ്പം നമ്മളതിൽ സ്പെഷ്യലൈസ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും നമുക്ക് വേണ്ട ആവശ്യങ്ങളും ആ ഒരു രീതിയിലായിരിക്കില്ലേ പരിഹരിക്കുന്നത്? സാറിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ന്യൂമറോളജിയിൽ ഞാൻ എൻ്റെ പേര് കണ്ടുപിടിച്ച് ഞാൻ അവിടെ വെച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ +2 കാലഘട്ടം മുതലേ ഇത് പഠിക്കുന്ന ആളാണ്. അത് മാത്രമല്ല, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ജ്യോതിഷം ഇതിൽ എക്സ്പെർട്ടാണ്. എന്നോട് ജ്യോതിഷം പഠിക്കാൻ വേണ്ടി നിർബന്ധിച്ചാണ്. പക്ഷെ അന്നൊന്നും എനിക്ക് ഇതുപോലെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നില്ല അല്ലെ. സ്വാഭാവികമായിട്ട് എല്ലാവരെ പോലെ നമ്മൾ കോളേജും കാര്യങ്ങളൊക്കെ, ആ സമയത്തൊന്നും നമുക്ക് ജ്യോതിഷത്തിലേക്കോ എനിക്ക് ന്യൂമറോളജിയിലേക്കോ ഇറങ്ങണം എന്ന് താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അച്ചാച്ചൻ ജ്യോതിഷപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നോട് ഇത് ആദ്യം തന്നെ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ആദ്യത്തെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി പഠിപ്പിച്ച് കൊണ്ടിരുന്നു. പക്ഷെ അന്നും നമ്മളുടെ മനസ്സിൽ വേറെ ക്രിക്കറ്റ് കളിക്കാൻ പോവുക, ഫുട്ബോൾ കളിക്കാൻ, എല്ലാ പിള്ളേരുടെയും പോലെ. പക്ഷെ എന്തുകൊണ്ടോ അന്ന് എൻ്റെ അച്ചാച്ചൻ പറഞ്ഞ അതേ രീതിയിലേക്ക് നമ്മൾ പിന്നീട് വരികയാണ്. കാരണം അന്ന് അത് മുമ്പേ അത് കണ്ടു മനസ്സിലാക്കി എന്നുള്ളതാണ്. അത് ഒരനുഭവം, എൻ്റെ ജീവിതത്തിലുള്ള ജ്യോതിഷപരമായിട്ടുള്ള ഒരനുഭവം. പിന്നെ ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ എൻ്റെ പേര് അങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല എൻ്റെ പേര് ഇടുന്നത്. അപ്പൊ ആദ്യം എൻ്റെ പേര് സുനീഷ് കെ നായർ എന്നിട്ട്, പക്ഷെ അത് അവര് വീട്ടുകാർ ന്യൂമറോളജി നോക്കിയിട്ടൊന്നും അല്ലല്ലോ, അവര് ജ്യോതിഷം അങ്ങനെ നോക്കിയിട്ടാണ് ഇടുന്നത്. പിന്നീടാണ് ഞാൻ എൻ്റെ പേര് ന്യൂമറോളജിക്കലി ചെക്ക് ചെയ്തത്. +2 കാലഘട്ടത്തിൽ മുതലേ ഇത് ചെക്ക് ചെയ്ത് ഞാൻ റെഡിയാക്കി. പക്ഷെ അത് അപ്ഡേറ്റ് ചെയ്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, സുനീഷ് തമ്പാൻ എന്നതിന്റെ സ്പെല്ലിംഗിൽ SUNIESHTHIMBAN തമ്പാൻ എന്നുള്ളത് എൻ്റെ അച്ഛന്റെ പേര്. അപ്പോ ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ലക്കിയസ്റ്റ് ആണ് നായർ കെ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണെങ്കിൽ ഞാൻ അത് എടുത്തേനെ. പക്ഷെ ഏതാണ് എനിക്ക് അനുകൂലം, ഏതാണ് ലക്കിയസ്റ്റ്, അത് നോക്കി. സുനീഷ് എന്തായാലും മാറ്റാൻ പറ്റില്ല, കാരണം എൻ്റെ സുഹൃത്തായാലും എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പേര് അതാണ്. അപ്പൊ എന്താണ് ഇതിൽ ബെസ്റ്റായി ചെയ്യാൻ വേണ്ടി പറ്റുക? ഞാൻ എൻ്റെ അച്ഛന്റെ പേര് വെച്ച് നോക്കി, തമ്പാൻ. അപ്പൊ സുനീഷ് എന്ന് വെക്കുമ്പോഴും ശരിയാവുന്നില്ല. അതിലൊരു ലെറ്റർ കൂടി ചേഞ്ച് ചെയ്തപ്പോൾ കംപ്ലീറ്റ് 100% ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേരായി എൻ്റെ കണക്കിൽ, സുനീഷ് തമ്പാൻ എന്നുള്ളത്. പിന്നീട് മാറ്റിയിട്ടില്ല, റെക്കോർഡിക്കലി ഒന്നും മാറ്റിയിട്ടില്ല. ഇതൊക്കെ ഭയങ്കര പണിയുള്ള കാര്യമാണെന്നാണ് എൻ്റെ ഒരു മുൻവിധി. പക്ഷെ അതിന് മാത്രം പണിയൊന്നും ഇല്ല. ഗസറ്റഡ് ഞാൻ അത് പോയി ചെയ്യണമെന്നേ ഉള്ളൂ. എന്നിട്ട് കൊറോണ കാലത്തിന് മുമ്പേ ഞാൻ ന്യൂമറോളജി ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 5-8 വർഷമായിട്ട് എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും ഒരു ഹൈപ്പൊന്നും പോയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് ഞാൻ എല്ലാവരെയും കാര്യം പറഞ്ഞു, ആദ്യം എന്തുകൊണ്ട് ഞാൻ തന്നെ ചെയ്തിട്ടില്ല,
ഇപ്പോ ഞാനും ചോദിച്ചത് അതാണ്. ഇപ്പൊ സാറിന് ഇങ്ങനെ ഇരുത്തി സംസാരിക്കുമ്പോ അതെ അതെ അല്ല ഇത് നിങ്ങൾക്ക് നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ അതെ ചെയ്തിട്ട് ഒക്കെ തീർച്ചയായിട്ടും. ആണെന്നുള്ളത്. അവസാനം ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തു. ഗസറ്റഡ് വിജ്ഞാപനം വഴി എന്റെ പേര് സുനീഷ് തമ്പാൻ ഉള്ളത് എല്ലാ റെക്കോർഡിലും അതായിട്ട് ചെയ്തു. അത് മാറ്റി. അതിനുശേഷം എന്റെ ഉയർച്ച എന്റെ ന്യൂമറോളജി അല്ല, ഇഷ്ടംപോലെ ജ്യോതിഷന്മാരുണ്ട്, ന്യൂമറോളജിസ്റ്റ് ഉണ്ട്, അല്ല എനിക്കറിയാം, ജെർമോളജിസ്റ്റ് ഉണ്ട്. പക്ഷെ എന്റെ രീതിയിൽ എന്റെ ഫീൽഡിൽ എനിക്ക് നന്നായിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടി പറ്റി. അപ്പോൾ തന്നെ കേരള വിഷൻ എന്ന ടിവിയിൽ എന്നെ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചു. അപ്പോ എന്നെ ഫോണിൻ പ്രോഗ്രാം വന്നു. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യ മൊത്തം കുറെ ആൾക്കാർ, ഒരുപാട് കോളുകൾ ആ സമയത്ത് എനിക്ക് വന്നു. എനിക്ക് അവരുടെ എക്സ്പീരിയൻസ്, അപ്പൊ ഓരോരോ ദിവസം നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഭയങ്കരമായിട്ട് കോൾ വരികയായിരുന്നു. അപ്പോൾ ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ തീർച്ചയായിട്ടും അതെന്റെ ലൈഫിൽ നല്ല ഒരു ഉയർച്ച തന്നു. ഒപ്പം എന്റെ ചാനല് ഏകദേശം ലക്ഷത്തില് മുകളിലേക്ക് പോയി. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ഈ ന്യൂമറോളജി കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലായി. ഇതുപോലെ ചാനലും കാര്യങ്ങളൊക്കെ വളർന്നത് കൊണ്ട് ഇപ്പം നമ്മൾ ഗുരുവായൂരൊക്കെ പോവോ അല്ലെങ്കിൽ എവിടെ ഇതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ഏരിയയിലൊക്കെ പോകും, ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിയുന്ന ആൾക്കാര്, എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ കരുതുന്നത് എന്റെ പേര് ശരിക്കും ഒരു പവർഫുൾ ആയിട്ടുള്ള പേര്, എനിക്ക് അനുകൂലമായിട്ടുള്ള പേര് ഞാൻ റെഡിയാക്കി. അതിൽ പിന്നെ ഇത് അറിഞ്ഞിട്ടും ശാസ്ത്രം അറിഞ്ഞിട്ടും നിങ്ങളുടെ പേര് മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. അത് നമ്മളെ എക്സ്പ്ലോർ ചെയ്യണം. അതായത് നമ്മുടെ പേര് നമ്മളെ അടയാളപ്പെടുത്തുന്നതായിരിക്കണം. ഇപ്പൊ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് മമ്മൂട്ടി എന്നുള്ള പേര്. അദ്ദേഹത്തിന് റെക്കോർഡിക്കലി മാറ്റേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ പേര് മമ്മൂട്ടി എല്ലാ സ്ഥലത്തും അടയാളപ്പെടുന്നു. അതുപോലെ നിങ്ങളുടെ പേരും റെക്കോർഡിക്കലി നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു പേരാക്കി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു നെയിം പ്ലേറ്റ് പോലെ നിൽക്കുന്ന പേരായി മാറുന്നുണ്ടെങ്കിൽ, നെയിം പ്ലേറ്റ് പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പേര്, ഇപ്പൊ ഫിലിം ഫീൽഡിലൊക്കെ ആണെങ്കിൽ ഇപ്പം നയൻതാര എന്നൊക്കെ പേര് മാറ്റി എല്ലാവരും മാറ്റി. അതെ അതെ. ഇപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ് അവരെ പേര് അങ്ങനെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ ആ സമയത്ത് ചിലവർക്ക് റെക്കോർഡിക്കലി മാറ്റേണ്ടി വരും, അല്ലാതെ സ്റ്റേജ് നെയിം എന്ന രീതിയിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. എന്റെ അനുഭവം ഇതാണ്. എനിക്ക് ഒരുപാട് എനർജി നൽകി എന്റെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്ന, മാറ്റിമറിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്ന ഒരു എനർജിയാണ് ന്യൂമറോളജിക്കലി ഞാൻ പേര് മാറ്റിയത്. അപ്പോൾ ഞാനും കരുതും മറ്റുള്ളവരോട് പറയുന്നതിലുപരിയായിട്ട് നമ്മൾ ആദ്യം ചെയ്ത് കാണിക്കണം. അതല്ലാതെ നിങ്ങളുടെ പേര് ശരിയല്ല, നിങ്ങളുടെ പേര് മാറ്റണം, എന്നിട്ട് എന്റെ പേരോ തീർച്ചയായിട്ടും എന്റെ പേര് ആദ്യം ഞാൻ മാറ്റി. ഇപ്പൊ ഞാൻ എന്റെ വൈഫിന്റെ പേര് മാറ്റി, അതുപോലെ കുട്ടിയുടെ പേര് എല്ലാം ഞാൻ എന്റേതായില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളോട് ചോദിക്കാതെയോ അല്ലെങ്കിൽ അല്ലാത്ത ഒരാൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കില്ല. ചോദിക്കുന്ന അല്ലെങ്കിൽ കൺസൾട്ടേഷൻ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇത് ചെയ്തു കൊടുക്കുക. കാരണം ഒരാളുടെ കർമ്മയോഗ അത് മാറ്റാൻ നമുക്ക് അധികാരമില്ല. ഓരോരാൾക്കും ജനിച്ചപ്പോൾ തന്നെ അവരുടെ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ദൈവികമായിട്ട് അവർക്ക് കിട്ടിയതാണ്. എനിക്ക് വന്ന കഷ്ടതയായാലും മറ്റുള്ളവർക്ക് വരുന്നതായാലും അതൊക്കെ അതിൻ്റെതായിട്ടുള്ള കണക്ഷൻ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ഒരാൾ ചോദിക്കാതെ നമുക്കത് മാറ്റി കൊടുക്കാനും പറ്റില്ല. അപ്പൊ ആ രീതിയിൽ ആൾക്കാർ അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പം അതൊരു കൺസൾട്ടേഷൻ പോലെ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പോ ഇത് തന്നെ ഇതിന്റെ ഒരു വിപരീതമായിട്ട് ചോദിക്കുവാണെങ്കിൽ, ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇതുപോലെ ന്യൂമറോളജി പ്രകാരം നമ്മൾ പരിഹാരം അത് മാറ്റേണ്ട കാര്യങ്ങൾ പറഞ്ഞു, പേര് ചേഞ്ച് ചെയ്തു, എന്താണോ ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അത് നമുക്ക് റിസൾട്ട് കിട്ടാത്ത ഏതെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്റെ പേര് മാറ്റാൻ സാറിന്റെ അടുക്ക വന്നു, ഒരു പ്രാവശ്യം എന്നോട് അങ്ങനെ പറഞ്ഞാണ്. അപ്പോ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ പേര് മാറ്റിയോ? ഇല്ല. പേര് മേടിച്ചു വെച്ചോ അവര്, ശരി തന്നെ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്റെ അനുഭവത്തിലും ഞാൻ പേര് കണ്ടുപിടിച്ചിട്ട് അത് എന്നെ എവിടെ അടയാളപ്പെടുത്തിയില്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ അവരും അത് എന്താ കരുതുന്നത്, അത് കാര്യമൊന്നുമില്ല, എന്റെ അടുത്ത് വന്ന് കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തോ എല്ലാം ശരിയായി എന്നാണ്. പക്ഷെ അത് ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് അനുഭവം ഉണ്ടാവുക. തീർച്ചയായിട്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും 100% അങ്ങനെയുള്ള പേരെ എടുത്തു കൊടുക്കുള്ളൂ. ചില പേരുകൾക്ക് സാധ്യത, ചില പേരുടെ ചില നമ്പേഴ്സിന് സാധ്യത കൂടുതലായിരിക്കും, അങ്ങനെയുള്ളതേ കൊടുക്കുള്ളൂ നമ്മള്. ചില നമ്പേഴ്സ് ലക്കിയസ്റ്റ് ആകാം, എന്നിരുന്നാലും സാധ്യത കുറവായിരിക്കും. അപ്പൊ ആ അവസ്ഥയിൽ നമ്മളത് കൊടുക്കില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക, 100% ഉറപ്പ് വരുന്നത്. അപ്പൊ അങ്ങനെ പറ്റാത്ത അവസരങ്ങളിൽ അവരോട് പറയും കിട്ടിയിട്ടില്ല, കിട്ടിയത് തന്നെ ഒരു 80% നല്ല പേരാണ്, അത് ഓക്കെ ആണോ എന്ന് ചോദിക്കും. കാരണം വെച്ചാൽ ചിലവർക്ക് പേര് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും, അവരുടെ ആ ഫസ്റ്റ് നെയിം മാറ്റാൻ പറ്റില്ല. അപ്പൊ അവരുടെ ഹസ്ബൻഡിന്റെ പേര്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, തറവാട്ട് പേര്, ഇതൊക്കെ നമുക്ക് സർനെയിമായിട്ട് വെച്ച് പരീക്ഷിക്കാം ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. ഒരു ഉദാഹരണമാണ് ഞാനും തന്നെ.
ഞാൻ എന്റെ അച്ഛന്റെ പേര് വെച്ചപ്പോഴാണ് എനിക്ക് അത് ബെസ്റ്റ് ആയത്. ചിലവർ ഇനീഷ്യൽ വെക്കുമ്പോഴായിരിക്കും ബെസ്റ്റ് ആകുക. ഇപ്പം എന്റെ പേര് സുനീഷ് ടി എന്ന് പറയുമ്പോൾ സുനീഷ് തമ്പാൻ എന്ന് വരുമ്പോഴാണ് നമ്മൾ ബെസ്റ്റ് ആകുന്നത്. അതുപോലെ ഓരോരാളും ചെക്ക് ചെയ്ത് ഞാൻ അതൊരു 100% ഉറപ്പായിട്ടുള്ള കാര്യങ്ങളെ കൊടുക്കുള്ളൂ. ഇതിൽ കേവലം ലക്കി നമ്പറിൽ മാത്രമല്ല ഇതിൽ കാര്യങ്ങൾ. ഇപ്പൊ ലക്കി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെയാ വരുന്നത്, ഒരു ലക്കി നമ്പറിൽ പേര് വന്നു കഴിഞ്ഞാൽ റെഡി ആകുന്നു അല്ല. ഇപ്പം 5ന്റെ തന്നെ ഒരുപാട് സംഖ്യകളുണ്ട്. 5, 14, 23, 41, 50, 59, 68 ഇതെല്ലാം 5ന്റെ എനർജിയാണ്. പക്ഷെ ഓരോന്നും ഓരോരാൾക്കും വ്യത്യസ്തമായുള്ള രീതിയിലാണ് അത് എഫക്ട് ചെയ്യുക. അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിലെ ഓരോ നമ്പറിനും പ്രാധാന്യമുണ്ട്. അതുപോലെ അവരെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ്, മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഘടകം. മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകം ബെസ്റ്റ് ആണെങ്കിലാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഹാപ്പി ആയിരിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഘടകം ബെസ്റ്റ് ആകുമ്പോഴാണ് അവരുടെ മുമ്പിൽ എന്റെ വ്യക്തിത്വം എങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യുക എന്നുള്ള ഒരു അനുഭവം അവർക്ക് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ ഇതൊക്കെ ഭയങ്കര ഫെയിം ആകുന്നുള്ള എനർജി ആണെങ്കിലേ അവർ ഫെയിം ആകുള്ളൂ. സ്വയം ഹാപ്പിനെസ് ഉള്ളവർ സ്വയം അങ്ങനെ ഒരു പേര് നോക്കുമ്പോൾ അതിന്റെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പറിൽ മാത്രമല്ല ഈ കാര്യങ്ങൾ തികച്ചും നോക്കിയിട്ട് ഡിസൈഡ് ചെയ്ത് നമുക്ക് കൊടുക്കുമ്പോഴാണ് അത് ഏറ്റവും ബെസ്റ്റ് ആകുന്നത്. അങ്ങനെ ഒരു 100% ബെസ്റ്റ് ആയിട്ടുള്ള പേര് നമ്മൾ ഒരാൾക്ക് നൽകി കഴിഞ്ഞാൽ പ്രശ്നം വരില്ല. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ കുട്ടിയുടെ പേര് ഇന്നതേ എന്റെ അച്ഛന്റെ പേര് ചേർക്കാൻ പറ്റില്ല, അമ്മയുടെ പേര് ചേർക്കാൻ പറ്റില്ല, അല്ലെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൽ നിന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും, അപ്പോൾ നമുക്കൊരു ഇടുങ്ങിയ സ്പേസ് മാത്രമേ അവർ തരുന്നുള്ളൂ. എനിക്ക് ഓപ്ഷനാണ് അവർ തരേണ്ടത്, അല്ലെ. എനിക്ക് ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് ചെയ്യാൻ എന്നെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഓപ്ഷൻ നൽകിയാൽ ഞാൻ കരുതിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയല്ലോ. അപ്പൊ അവരുടെ ആദ്യം ഉദ്ദേശിക്കുന്നത് ഇന്ന പേര് ആകണമെന്ന് നിർബന്ധം പിടിക്കാതെ എനിക്ക് എന്റെ മകന് അല്ലെങ്കിൽ എന്റെ മകൾക്ക് ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേര് നൽകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം വരുന്നത്. അപ്പൊ അവർക്ക് മികച്ചത് നൽകാം. അത് ഒരു പ്രശ്നമാകാതെ ഏറ്റവും മികച്ച രീതിയിൽ കൊടുക്കാൻ പറ്റും. അതല്ലാത്ത അവസരത്തിൽ നിങ്ങൾ എന്നോട് ചോദിച്ച പോലെ റിസൾട്ട് കിട്ടാൻ വരില്ല, അങ്ങനെ പറഞ്ഞേക്കാം. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടാണ്, ന്യൂമറോളജി എന്ന് പറയുമ്പം ഒത്തിരി പേര് അങ്ങനെ കൺസൾട്ടേഷന് വരുമോ? ഇപ്പം നോർമലി എല്ലാവരും കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്തായിരിക്കും ഈ വിഭാഗത്തിൽപ്പെട്ട നിങ്ങളുടെ അടുത്തേക്കൊക്കെ വരാൻ തോന്നുന്നേ നമുക്ക്. അപ്പം പ്രശ്നങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, ചിലപ്പോൾ വിവാഹമായിരിക്കാം, സാധാരണ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതല്ലേ. ഇതിനും പരിഹാരമുണ്ടോ? ഇതിന് പരിഹാരമുണ്ട്. പക്ഷെ ഈ പെട്ടെന്നുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഓടി വരിക പരിഹാരത്തിന്. അപ്പൊ അങ്ങനെ ഒരു പരിഹാരം ഞാൻ പറയും, അങ്ങനെ ന്യൂമറോളജി എന്തിനാണ് ചെയ്യുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ റിസൾട്ട് കിട്ടാൻ ഓരോരോ അധ്വാനം, അല്ലെ, ഓരോരാൾക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഇതിനെ കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതെന്താണ് പേര് ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് പേര് നൽകുന്നതോടുകൂടി പിന്നീട് അവര് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കാം. അല്ലാതെ അല്ലെ ഒറ്റയടിക്ക് അങ്ങനെ റിസൾട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ എന്റെ ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. ഇത്രയും 8 വർഷമായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് ഓരോരാളും എന്റെ ഭർത്താവ് എന്നോട് അങ്ങനെ പല റിലേഷൻഷിപ്പ് പ്രോബ്ലം ഒക്കെ പറയും, എനിക്കിപ്പോ ഒരു എന്തെങ്കിലും ചെയ്യണം. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാനിപ്പോ എന്ത് ചെയ്യണം, വെറുതെ നിങ്ങളെ ഈ അവസരം ഞാൻ മുതലെടുത്തുകൊണ്ട് എന്താ പറയാ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് ശരിയാവും അങ്ങനെ രീതിയിൽ ഞാൻ പോകാറില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച, അത് എക്കാലവും ജീവിതത്തിന്റെ ഉയർച്ച പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം നേടലല്ല വിജയം. ജീവിതം മൊത്തമാണ് നമ്മുടെ, അല്ലെ, ആഗ്രഹിക്കുന്ന പോലെ ഒരു കുടുംബം ഉണ്ടാകുക, അവരുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുക, അവരുടെ കുട്ടികളുടെ കുട്ടികളെ കാണുക, നല്ലൊരു വീട്ടില് താമസിക്കുക, ആൾക്കാരോട് നന്നായി പെരുമാറുക, കുറച്ച് അവിടെ ഒരു ഫെയിം ആയിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരൊക്കെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായി മാറുക. അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിന്റെ ഒരു ഉയർച്ച വേണ്ടത്. അല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അങ്ങോട്ട് വിജയിക്കുക എന്ന് കരുതിയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരെ പറ്റിക്കാൻ വേണ്ടി താല്പര്യമില്ല. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ല. ഞാൻ നേരത്തെ നിങ്ങളിപ്പോ ചോദിച്ച പ്രകാരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴല്ല ശരിക്കും ന്യൂമറോളജി നോക്കേണ്ടത്. അതിനു മുമ്പേ നിങ്ങൾക്ക് ഇതാക്കുക. പിന്നെ പ്രശ്നങ്ങൾ കുറയും, കാര്യങ്ങൾ അനുകൂലമാക്കാൻ നമുക്ക് കൂടുതൽ നമ്മുടെ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള കർമ്മഫലം ലഭിക്കാൻ തുടങ്ങും. കർമ്മത്തിനനുസരിച്ചുള്ള കർമ്മഫലം കേട്ടോ, ചെയ്യാണ്ടൊന്നും എവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് ഇപ്പോ പ്രശ്നം വരുമ്പോ അതിന് പരിഹാരം തേടാതെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും എല്ലാരും ഫുള്ളി പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നവര് ചുരുക്കമായിരിക്കും. അപ്പം നേരത്തെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കുവാണെങ്കിൽ മുന്നോട്ട് നല്ല ഭംഗിയാണ്. അതാണ്. അപ്പൊ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാല്
തീർച്ചയായിട്ടും ഒരു സ്റ്റാർട്ടിങ്, നമ്മളൊരു ഉം. പുതിയതിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് നടത്താൻ വേണ്ടി പറ്റും. ഈ പേരൊക്കെ മാറ്റിയിട്ട് നമുക്ക് കാര്യങ്ങളെയൊക്കെ ഭംഗിയാക്കിയിട്ട് കൊണ്ടുപോവാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങോട്ട് കയറി പോവുക. പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ മറ്റ് കാണുന്ന പല കാര്യങ്ങളിലും അതുപോലെ തന്നെയാണ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് മറ്റൊരു തരത്തിലേക്ക് പോകുന്നത് എനിക്ക് താല്പര്യമില്ല. അത് തന്നെയാണ് ഉള്ള കാര്യം, അതാണ്.